ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്താണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ എനർജി എന്നാണ് ഗൈഡൻസ് ആയിട്ട് നിങ്ങളോട് പറയാൻ യൂണിവേഴ്സ് ശ്രമിക്കുന്നത് നോക്കാം. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ വൂണ്ടായി കിടന്ന അവസ്ഥ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ച ആൾ, അല്ലെങ്കിൽ ആ പാഠം പഠിപ്പിച്ച ആ അവസ്ഥ, നിങ്ങൾ കടന്നുപോയ ഏറ്റവും മോശം സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളിന്ന് ആലോചിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പണ്ട് നിങ്ങൾ വീണ് കിടന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അതിൽ നിന്ന് ഒരുപാട് പാഠമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പുതിയ തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആ പാസ്റ്റിലുണ്ടായ തീരുമാനത്തിൽ, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെടുത്ത തീരുമാനം തെറ്റിപ്പോയത് കൊണ്ടാണല്ലോ നിങ്ങൾ വീണ് പോയത്. അപ്പോൾ അതിനെ ഓർത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടും വീണ്ടും അത് സംഭവിക്കുമോ എന്ന് പേടിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ആ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച ആ പെയിൻ ഓർത്ത് വേദനിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വല്ലാത്തൊരു മൂഡ് സ്വിങ്സ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുക, ആ ആളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, ആ പെയിനിൽ കൂടെ വീണ്ടും കടന്നു പോവുക, അത് കാരണം പുതിയൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക, ഇതൊക്കെയാണ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക എന്നൊക്കെയാണ് ഈ പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ പെട്ടിട്ടുള്ള ആളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ഒരു റിലേഷൻഷിപ്പ് ഓഫർ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങളപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ ഭയപ്പെടും. കാരണം മുമ്പ് പറ്റിയ അതേ അബദ്ധം വീണ്ടും ആവർത്തിക്കുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ പേജ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. പാസ്റ്റിലത്തെ മുറിവിനെ നോക്കി നിൽക്കുന്ന ആളാണ് പേജ് ഓഫ് സോർഡ്. ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കുക, എന്തെങ്കിലും റിസ്ക് എടുത്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. ഓക്കെ, അതാണ് പേജ് ഓഫ് സോർഡ്സിൻ്റെ എനർജി. അതായത് പാസ്റ്റിലത്തെ നിങ്ങൾ അനുഭവിച്ച കടുത്ത വേദനയെക്കുറിച്ച് വീണ്ടും ആലോചിക്കുക, ആ സാഹചര്യത്തെക്കുറിച്ച് ഓർക്കുക, ആ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഭയപ്പെടുക എന്നുള്ള എനർജിയാണ് പേജ് ഓഫ് സോർഡ്സ്. സെക്കൻഡ് കാർഡ് ലവേഴ്സ് ആണ്. ഇത് ഒരു യൂണിയൻ, സോൾമേറ്റ് യൂണിയൻ്റെ കാർഡാണ്. എന്ന് പറയുമ്പോൾ ഒരു ലവ് ആൻഡ് സെക്ഷ്വാലിറ്റിയുടെ കാർഡാണ് ഈ ലവേഴ്സ് എന്ന് പറയുന്നത്. ഇത് സോൾമേറ്റ് ആയിട്ടുള്ള പാസ്റ്റിലത്തെ, അതായത് പാസ്റ്റ് ലൈഫിലെ സോൾമേറ്റ്സ് ആയിരുന്ന ആളുകൾ, ലവേഴ്സ് ആയിരുന്ന ആളുകൾ, അവരുടെ ഒരു യൂണിയനാണ് ലവേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു യൂണിയൻ, സോൾമേറ്റ് യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന എനർജിയെ അതേ അളവിൽ തന്നെ തിരിച്ച് ഇന്ന ദിവസം കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ. നിങ്ങൾക്ക് എല്ലാവരോടും വളരെ സ്നേഹം തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ ഭയങ്കര ടെംപ്റ്റേഷൻ തോന്നാൻ സാധ്യതയുണ്ടെന്നാണ്. അല്ലാതെ അതായത് ഫിസിക്കലായിട്ട് ഭയങ്കര ടെംപ്റ്റേഷനൊക്കെ തോന്നാൻ സാധ്യതയുണ്ടെന്നാണ് ലവേഴ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അതാണ് ലവേഴ്സ്. ഇത് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു യൂണിയൻ ഉണ്ടാകുന്നുണ്ടായിരിക്കും, ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാകുന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഫിനാൻഷ്യൽ അബണ്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ധാരാളം പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഫ്യൂച്ചറിൽ പണം കിട്ടുന്ന എന്തെങ്കിലും ഒരു സംരംഭം നിങ്ങളിന്ന് തുടങ്ങുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് വിളവ് കിട്ടുന്ന എന്തോ ഒരു വിത്ത് നിങ്ങൾ വിതയ്ക്കുന്നു എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കാം, ചിട്ടി തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിലോ മ്യൂച്വൽ ഫണ്ടിലോ എവിടെയെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതായിരിക്കാം. അതുപോലെ മണി ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പണം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു ഓഫർ ഇന്ന ദിവസം വരാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ പണം കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കുകയോ പുതിയൊരു സംരംഭം തുടങ്ങുകയോ ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റിയോ ഫിനാൻസ് ഓപ്പർച്യൂണിറ്റിയോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ടെന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ദെൻ 10 ഓഫ് കപ്സ്. ഇവിടെ ഒരു ഫാമിലി യൂണിയനെ കുറിച്ചാണ് പറയുന്നത്.
അതായത് സെപ്പറേറ്റായി നിൽക്കുന്ന ഫാമിലി എല്ലാവരും ഒന്ന് ചേർന്ന് നിങ്ങൾ ഫാമിലി യൂണിയൻ ഉണ്ടാവുക, ഫാമിലിയിൽ എല്ലാവരും ചേർന്ന് ഒരു യാത്ര പോവുക, ഫാമിലിയിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നതായിരിക്കാം, ഒരുമിച്ച് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, പുറത്ത് പോകുന്നതായിരിക്കാം, ട്രിപ്പ് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതായിരിക്കാം. അതൊക്കെയാണ് 10 ഓഫ് കപ്സ്. ഇതൊരു ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. പ്ലസ് നിങ്ങൾ അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ ഒരുപക്ഷെ പങ്കെടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു കല്യാണമോ അങ്ങനെയൊക്കെയുള്ള ഒരു ആഘോഷത്തിൽ ഒരുപക്ഷെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് കപ്സ്. ഈ സെപ്പറേറ്റായി നിൽക്കുന്ന ഫാമിലിയൊക്കെ ആണെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ച് ആരാണോ നിങ്ങളിൽ നിന്ന് പോയത് അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ അല്ലാതുള്ള കപ്പിൾസ് ഉണ്ടല്ലോ, അതായത് ലവേഴ്സ് ആയിരിക്കാം, ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന പാർട്ട്നേഴ്സ് ആയിരിക്കാം, ലിവിങ് ടുഗദർ ആയിരുന്നവരായിരിക്കാം. അങ്ങനെയാണെങ്കിലും അതൊരു ഫാമിലിയാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിലും അവിടെ ഒരു ഫാമിലി യൂണിയൻ ഉണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, അതാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നിങ്ങളൊരു സ്കില്ല് പഠിക്കുന്നു എന്നാണ്. നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ബേസിക് കിട്ടുന്ന ഒരു സ്കില്ല്, നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതോ പഠിക്കാൻ തീരുമാനിക്കുന്നതോ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം എഫേർട്ട് ഇട്ടിട്ട് ചിലപ്പോൾ ഇന്ന് എക്സ്ട്രാ വർക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ പണം ഏൺ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് എക്സ്ട്രാ എഫേർട്ടിൻ്റെയാണ്, സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെയാണ്. കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ പണം നേടുക, കൂടുതൽ സേവ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പണം ഒരുപക്ഷെ സേവ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പണം നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഒരു സ്കില്ല് നിങ്ങൾ പഠിക്കുന്നു എന്നാണ്. അതായത് പണം ഏൺ ചെയ്യാനുള്ള ഒരു സ്കില്ല് പഠിക്കുക. അപ്പോൾ ഇവിടെ 2 കാർഡിനകത്ത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു സ്കില്ല് ഒരുപക്ഷെ പഠിക്കുന്നുണ്ടാവാൻ, പുതിയ കാര്യം തുടങ്ങാൻ സാധ്യതയുണ്ട്, പഠിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെയും ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് പറയുന്നത് കേട്ടോ. പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ്. ദെൻ 9 ഓഫ് കപ്സ് ഒരുതരം മടി തോന്നുക, കൂടുതൽ സമയം കിടന്നുറങ്ങുക, ലേറ്റായിട്ട് എണീക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയൊരു കാര്യം സാധിക്കണം, പക്ഷേ നിങ്ങൾക്ക് മടി കാരണം പോകാൻ വയ്യ. അപ്പോൾ ഇരുന്നിരുന്ന് സമയം പോകും. അങ്ങനെ നിങ്ങളുടെ മടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അറിയാം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ്, സക്സസ്ഫുൾ ആയിട്ടാണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന എനർജിയാണ് ഈ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. മടി പിടിച്ചിരിക്കാൻ ഒരർത്ഥമുണ്ട്. ഇനി എല്ലാം നല്ലതാണ്, എല്ലാം വന്നോളും, എനിക്കുള്ളതെല്ലാം എന്നിലേക്ക് വന്നോളും എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു എനർജിയാണ് 9 ഓഫ് കപ്സ്. അതുപോലെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അത് ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന എനർജി ഉണ്ട്. പിന്നെ ഒരുതരം അഭിമാനം, അല്ലെങ്കിൽ അഭിമാനം എന്നല്ല എന്ന് പറയുന്നത്, ആത്മവിശ്വാസം കൂടിപ്പോയതുകൊണ്ട്, ആത്മവിശ്വാസം വളരെ കൂടുന്നത് കൊണ്ട് ഒരുതരം അഹങ്കാരത്തിലേക്കൊക്കെ പോയിട്ട് ഇതൊന്നും ഞാൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മളെന്തെങ്കിലും ചെയ്താലേ ഇങ്ങോട്ട് പ്രയോജനം ഉണ്ടെന്ന് അറിയാം, എന്നാലും ചെയ്യാതിരിക്കുന്ന ഒരു എനർജിയാണ് 9 ഓഫ് കപ്സ് കേട്ടോ. ജഡ്ജ്മെൻ്റ് ആണ്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുക. ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുക. നമ്മളെ മറ്റുള്ളവർ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മളെ ആളുകൾ അളക്കുക. അതൊക്കെയാണ് ജഡ്ജ്മെൻറ്റ്. നീ എന്തിനാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ നീ അങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ആളുകളെ ജഡ്ജ്മെൻറ്റ് ചെയ്യത്തില്ലേ, അതൊക്കെയാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് പറയുന്നത്. ഇനി എന്തെങ്കിലും കേസ് ഒക്കെ ഉണ്ടെങ്കിൽ, കോടതി കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത, നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ കേസൊക്കെ കോടതിയിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. ഈ പുറത്ത് പട്ടിയുടെ പുറകെ കേൾക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ, അത് സോറി. ദെൻ സ്ട്രെങ്ത് കാർഡാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തൊക്കെയോ സാഹചര്യങ്ങളിലൂടെ ഇന്നേ ദിവസം കടന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. അതുപോലെ നമ്മളൊന്ന് മെരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ മെരിക്കപ്പെടുക എന്ന് പറയത്തില്ല, അതായത് ചിലപ്പോൾ ഭയങ്കര ദേഷ്യമുള്ള ആളുകളായിരിക്കും. അപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം നടക്കൂല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമാധാനമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഇവിടെ ഞാൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടായേനെ, ഞാൻ ഇങ്ങനെ നിന്നതുകൊണ്ടാണ് എനിക്കിത് സാധിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ദേഷ്യം കൊണ്ടൊന്നും എല്ലായിടത്തും എല്ലാം നേടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പറ്റും, നമ്മൾ ഒരു ഇന്നർ സ്കില്ല് ലേൺ ചെയ്യുവാണ്, നമ്മുടെ ഒരു സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ
ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളിലൂടെ ഇന്നേ ദിവസം പോകാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ മാനസികമായിട്ടുള്ള പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. സോറി. ദെൻ കിങ് ഓഫ് കപ്സ് പറയുന്നത് വളരെ സ്നേഹമാണ്. ഇവിടെ എന്തോ ഒരു യൂണിയൻ നടക്കുന്ന പോലെ കാണുന്നുണ്ട്. അതായത് നിങ്ങളിൽ അകന്ന് നിന്ന ആർക്കോ നിങ്ങളോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു എന്നാണ്. നിങ്ങൾക്കും ആരോട് വല്ലാത്ത സ്നേഹം തോന്നുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റായി നിന്നിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ അകലം പാലിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും അതിലേക്ക് ഇങ്ങനെ വലിച്ചെടുപ്പിക്കപ്പെടുന്ന ഒരു എനർജിയാണ് ഈ കിങ് ഓഫ് കപ്സ്. അതായത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല, പക്ഷേ ഉള്ളിനുള്ളിൽ നിറയെ സ്നേഹമാണെന്നാണ്. അപ്പോൾ ഇത് കുറേ ദിവസം കൊണ്ട് ഈ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകടിപ്പിക്കാത്ത ഒരു സ്നേഹം ആരോടോ ഉണ്ട്. അതിങ്ങനെ പ്രകടിപ്പിക്കാൻ വയ്യ, പ്രകടിപ്പിച്ചോളാൻ വയ്യ, പക്ഷെ പ്രകടിപ്പിക്കാനോട്ട് പറ്റുന്നില്ല. കാരണം സാഹചര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല. അപ്പം നിങ്ങൾ ആരെയോ വല്ലാതെ അഡ്മയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ക്രഷ് തോന്നുമായിരിക്കാം. ഇപ്പോൾ ഓൾറെഡി കുറച്ച് 2-3 ദിവസമായിട്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ക്രഷ് തോന്നി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല, അതിങ്ങനെ കൊണ്ടു നടക്കാനും പറ്റാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടാവാം. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടം ചിലപ്പോൾ ഇപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളത് പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. അപ്പം പ്രകടിപ്പിക്കാത്ത ക്രഷ് പോലുള്ള എന്തെങ്കിലുമൊക്കെ വികാരങ്ങൾ ആരോടോ തോന്നുന്ന പോലെ കാണുന്നുണ്ട്. പിന്നെ ഫാൻസ് ആണ്. ഇന്ന് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും, അതായത് അധിക ഭാരം ചുമലിൽ വെക്കേണ്ടി വരും, അധിക ബാധ്യതപ്പെടേണ്ടി വരും എന്നൊക്കെയാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ വരാത്തത് കൊണ്ട് ചിലപ്പോൾ അവരുടെയും കൂടെ ജോലി ചെയ്യേണ്ടി വരുന്നതായിരിക്കാം. ചിലപ്പോൾ നമുക്ക് കൂടുതൽ പണം ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കർമ്മ ഏറ്റെടുക്കുക എന്നാണ് കേട്ടോ. ഇതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് 10 എപ്പോഴും എൻഡാണ്, സൈക്കിളിൻ്റെ എൻഡാണ്. അപ്പോൾ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. അപ്പോൾ നിങ്ങൾ ആ കർമ്മ വലിച്ചുകൊണ്ട് പോവുകയാണ്. അത് വലിച്ചുകൊണ്ട് പോകാനുള്ള ത്രാണി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കില്ല. കാരണം നിങ്ങളുടെ തലയിൽ ഒരുപാട് ബാധ്യതകളുണ്ട്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും ബാധ്യതകൾ നിങ്ങൾ തലയിൽ ചുമക്കുന്നുണ്ട്. അപ്പോൾ ആ ബാധ്യതയിൽ പെട്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഇന്നേ ദിവസം ഇനി അത് വേണ്ടാന്ന് തീരുമാനിക്കുന്നുണ്ടാവും. അതാണ് ഈ 10 ഓഫ് വാണ്ട്. പറ്റാത്തത് കൊണ്ട് അങ്ങനെ തലയിലിരിക്കുന്ന ബാധ്യത തറയിലിട്ടിട്ട് പോകുന്നതാണ് 10 ഓഫ് വാണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പറ്റാത്തത് കൊണ്ട് ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബോട്ടം വന്നേക്കുന്ന 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണത്തിന് നല്ല ആവശ്യമുണ്ട്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പണം നിങ്ങളിലേക്ക് വന്ന് ചേർന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് തുടരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ്. അപ്പോൾ ഇവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ, നിങ്ങൾ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളൊരു സംരംഭമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇന്ന് സംസാരിച്ച് നേടേണ്ടുന്ന എന്തോ ഒരു കാര്യം ഇന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി ആരോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നോ നീഡ് ടു വറിയാണ്. ഇത് നിങ്ങൾ ഒന്നും പേടിക്കേണ്ടതില്ല. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ശരിക്കും നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ദെൻ ദർ ഇസ് എ സംതിങ് ബെറ്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കേണ്ടതില്ല. ശരിക്കും നിങ്ങൾ തീരുമാനം എടുക്കേണ്ട, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം തീരുമാനം എടുക്കാൻ, വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആശയവിനിമയവും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്ഷമയുണ്ട്, നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ പറയാനുള്ള കഴിവുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇന്ന് ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളോട് എന്ത് കാര്യം സംസാരിക്കാൻ വന്നാലും നിങ്ങൾ ആലോചിച്ച് മാത്രം മറുപടി പറയുക. നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾക്ക് അരിശം വരും, സങ്കടം വരും, പക്ഷേ നിങ്ങളത് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളെ ശരിക്കും ഒന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. വളരെ കലുഷിതമായ സാഹചര്യമായിരിക്കും, പക്ഷേ നിങ്ങൾ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ തലയിൽ വലിയ ബാധ്യത ഒക്കെ വന്ന് കയറിയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഇത് എങ്ങനെയാണത് കൺക്ലൂഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റാതെയൊക്കെ വരും, പക്ഷേ നിങ്ങൾ ആലോചിച്ച് മാത്രം
തീരുമാനം എടുക്കുക. നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇടേണ്ടി വരും, നിങ്ങൾ നന്നായിട്ട് ആലോചിക്കേണ്ടി വരും. നിങ്ങൾ ഫാമിലിയായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ഇന്നത്തെ ദിവസം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ ചിലപ്പോൾ നമുക്ക് തോന്നും ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്, ഒന്നും മിണ്ടാതിരുന്ന് എല്ലാം കേൾക്കാം, അതാണ് നല്ലത്. ഈ മടി പിടിച്ചിരിക്കുന്ന ആൾ പറയുന്നതാണ് നമ്മളിതൊന്നും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ കേട്ടാൽ മതി, അല്ലെങ്കിൽ വരുന്ന സംഭവം അല്ലെങ്കിൽ സാഹചര്യം എന്തായാലും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി, കണ്ടാൽ മതി എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ ആലോചിക്കണം, അനലൈസ് ചെയ്യണം. വളരെയധികം ജഡ്ജ്മെൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വളരെയധികം നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്ത് ചാടി മറുപടിയൊന്നും പറയരുത്. നിങ്ങൾ ആലോചിച്ച് സംസാരിക്കേണ്ടിടത്ത് മാത്രം സംസാരിക്കുക, ആവശ്യമുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഏഞ്ചൽസിൽ കൂടെ തരുന്ന ഗൈഡൻസ് ഇതാണ്, ദർ ഇസ് സംതിങ് ബെറ്റർ. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്, ഇതല്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും നിങ്ങൾ ഇതിൽ രോഷാകുലരാകുകയും ദേഷ്യപ്പെടുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ പറയുക. ഇതെന്ത് സാഹചര്യം ആയാലും ശരി കേട്ടോ, ഇതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയാലും ശരി, നിങ്ങളുടെ ഓഫീസിലെ കാര്യമായാലും ശരി, എന്ത് കാര്യമായാലും ശരി, നിങ്ങൾക്കിന്ന് സംസാരിച്ച് നേടേണ്ടുന്ന എന്തോ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ആവശ്യം, നിങ്ങളെന്താണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യം അവരിലേക്ക്, ആരാണോ നിങ്ങളോട് സംസാരിക്കുന്നത് അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.